എന്താണ് മൂന്നൂടെ പരിപാടി? സാറേ ഞങ്ങൾ അമ്മയും മോനും കളിക്ക് വരുന്നല്ലേ അമ്മേ? വേണ്ട സാറേ. അല്ല സാർ, പാത്തി ലാത്തിയല്ല പാത്തി. സാർ ഇത് മറ്റേ ലാലേട്ടൻ പരസ്യമാണ് യൂറോ കാർഡല്ലേ? 7-8 വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെയൊക്കെ അറ്റൻഷൻ സ്പാന് കുറെ കൂടി കൂടുതലുള്ള സമയത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ 2018 കൊറോണ ലോക്ക്ഡൌൺ ആ ഒരു ഫേസ് ഇല്ലേ, ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ടുകൊണ്ട് കേരളം മുഴുവൻ സെൻസേഷൻ ഉണ്ടാക്കിയെടുത്ത ഒരു ടീം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഹാഷിറൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് വൈറലായി സിനിമയിലേക്ക് എത്തിയില്ലേ? അങ്ങനെ കണ്ടന്റ്സ് ഇട്ട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിലേക്ക് എത്തുന്നത് നമ്മളെല്ലാം ആദ്യമായിട്ട് കാണുന്നത്. അതായത് ആ ഒരു ട്രെൻഡിന്റെ ഒക്കെ ഒരു ഫൈനൽ ബോസ് അത് കരിക്കായിരുന്നു. കേരളത്തിൽ കരിക്കുണ്ടാക്കിയ ഓളം ഭയങ്കര വലുതാണ്. പെട്ടെന്നൊരു ദിവസം നമ്മളൊക്കെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചാനൽ നമ്മുടെയൊക്കെ ഫീഡിലേക്ക് കടന്നു വന്നു. ആദ്യം കാണുമ്പോൾ യാതൊരു പരിചയമില്ലാത്ത കുറച്ച് ചെക്കന്മാരുടെ കുറച്ച് വീഡിയോസ്. എന്നാൽ യാതൊരു പരിചയമില്ലാത്ത ഇവരെ കണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൾക്കാരെല്ലാം ഏറ്റെടുത്തു. അവര് പറയുന്ന ഡയലോഗ്സ് എല്ലാം നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിന്റെ ഭാഗമാവാൻ തുടങ്ങി. നിസ്സാരം 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 നിസ്സാരം. നമ്മളോടൊന്നും തോന്നല്ലേ? അയ്യന്റെ മോനെ. ഇതെല്ലാം തുടങ്ങുന്നത് കരിക്കിന്റെ ഫൗണ്ടറായ നിഖിൽ പ്രസാദ് എടുത്ത റിസ്കിൽ നിന്നാണ്. നല്ല ഒരു സാലറി കിട്ടിയിരുന്ന ജോബ് വേണ്ട എന്ന് വെച്ചാണ് അത് റിസൈൻ ചെയ്തതിനു ശേഷം അങ്ങേരി കരിക്ക് തുടങ്ങുന്നത്. കരിക്ക് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറെ പേരുണ്ട്. എന്നാൽ നിഖിൽ പ്രസാദിന്റെ വിഷൻ അത്രയും ചെറുതായിരുന്നില്ല. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആരും ജോലിയൊന്നും രാജിവെക്കില്ലല്ലോ. പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വലിയ ബ്രാൻഡ് ആയിരുന്നു, ഒരു വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബ്രാൻഡ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിരുന്നു കരിക്ക് ഫ്രഷിലെ കണ്ടന്റ്സ്. അങ്ങനെ കരിക്ക് ആദ്യം ഏപ്രിൽ ഫൂളിന്റെ വീഡിയോ ഇട്ടുകൊണ്ട് തുടങ്ങി. ഒരു വീഡിയോ ട്രെൻഡ് ആവുക അല്ലെങ്കിൽ മില്യൺ വ്യൂസ് അടിക്കുക എന്നതിലുപരി വീഡിയോയിലെ ഓരോ ക്യാരക്ടേഴ്സും വ്യൂവേഴ്സിന്റെ ഇടയിൽ ഹിറ്റായി. ഒരു മാസം കൊണ്ട് തന്നെ 1 മില്യൺ വ്യൂസ് എന്ന മൈൽ സ്റ്റോൺ ഒക്കെ കരിക്ക് ഈസി ആയിട്ട് കവർ ചെയ്തു. പിന്നെ നമുക്കൊന്നും അത്ര പരിചയമില്ലാതിരുന്ന വെബ് സീരീസ് എന്ന് പറഞ്ഞ ഒരു സംഗതി, അത് തേരാപ്പാരയിലൂടെ നമുക്കൊക്കെ പരിചയപ്പെടുത്തി തന്ന് അതിലൂടെ കരിക്കിലെ ഓരോ വീഡിയോസിനും വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. തേരാപ്പാരയുടെ ആ ഫൈനൽ എപ്പിസോഡൊക്കെ ഇറങ്ങുമ്പോൾ എല്ലായിടത്തും അത് തന്നെയായിരുന്നു ചർച്ച. എന്നൊരു പെണ്ണ് ഈ ഭൂലോകത്തില്ല ഇല്ല ഇല്ല. ക്യാരക്ടേഴ്സ് ഒക്കെ ഹിറ്റ് ആവാനുള്ള കാരണം ജോർജ്, ലോലൻ, ശംഭു, ഷിബു, ഫ്രാൻസിസ് അങ്ങനെ എല്ലാവരുടെയും റിലേറ്റബിലിറ്റിയും ടാലന്റും തന്നെയായിരുന്നു. നമുക്കറിയാവുന്ന ഒരു 4 പേരുടെ ഗ്യാങ്, അവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങള്, കോമഡികള്, ഒരു ഹോസ്റ്റ് ഫ്രണ്ട്, ഒരു പിശുക്കൻ, പിന്നെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ ഇന്റർവ്യൂ, ഒരു ചൊറിയൻ, അങ്ങനെ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും നല്ല റിലേറ്റബിൾ ആയിരുന്നില്ലേ? കരിക്ക് നമ്മുടെ ഇടയിൽ നിന്നങ്ങ് കത്തി. തേരാപ്പാരയ്ക്ക് ശേഷവും പീക്ക് എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിരുന്നു. ഓരോന്നും ഒന്നിനൊന്ന് കിടിലം. ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്പെഷ്യൽ ആയിട്ട് കരിക്കിന്റെ വീഡിയോ കൂടെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പകുതിക്ക് വെച്ച് നിന്നുപോയ +2 സീരീസിന്റെ ഒക്കെ ബാക്കി കാണാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോഴും ഇല്ലേ ഇവിടെ? അവരുടെ പീക്ക് ടൈമില് ടോവിനോയുടെ ഒക്കെ ക്യാമിയോ ഉള്ള ജിം എപ്പിസോഡും, ഭാസ്കരൻ പിള്ള, അറേഞ്ച്മെന്റ് കല്യാണം, അങ്ങനെ അന്നിറങ്ങിയിരുന്ന എല്ലാ കണ്ടന്റ്സും വൈറലായിരുന്നു. ബാബു നമ്പൂതിരിയൊക്കെ മീംസിൽ ഭരിച്ചിരുന്നു. ഇപ്പോൾ ഹാഷിറും ടീമൊക്കെ സിനിമയിലേക്ക് എത്തിയതുപോലെ അന്ന് കരിക്കിലെ വീഡിയോയിലൂടെ വൈറലായിട്ട് ജോർജും അർജുൻ രഥനൊക്കെ സിനിമയിലേക്ക് എത്തിയിരുന്നു. ഇനി അവര് സിനിമയൊക്കെ ചെയ്ത് അങ്ങനെ കേറി പോകുമെന്ന് ഓഡിയൻസ് ഒക്കെ വിചാരിച്ചെങ്കിലും അവർക്ക് മറ്റൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു, എ മൂവി ഓഫ് കരിക്ക്. ആ ഒരു കാരണം കൊണ്ട് സിമ്പിൾ ഫോർമാറ്റിൽ ഉണ്ടായിരുന്ന വീഡിയോസിന്റെ എല്ലാം ക്വാളിറ്റി അവരുടെ ഓരോ വീഡിയോസ് കഴിയും തോറും മാറാൻ തുടങ്ങി. അതായത് പതിയെ അവരുടെ പ്രൊഡക്ഷൻ കൂടുതൽ അടിപൊളിയാവാൻ തുടങ്ങി. വലിയ വലിയ ബ്രാൻഡ്സുമായി കൊളാബറേറ്റ് ചെയ്ത് ടെക്നിക്കലി ടോപ്പ് നോച്ചിലായിരുന്നു ഓരോ വീഡിയോസും. അതൊരു നല്ല കാര്യമായിരുന്നെങ്കിലും ടെക്നിക്കൽ സൈഡിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് പണ്ട് കിട്ടിയിരുന്ന കരിക്കിന്റെ ആ ഒരു ഫ്രഷ്നെസ് അത് പിന്നീടുള്ള വീഡിയോസിലൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വീഡിയോ ഒക്കെ ഒരു ടെക്നിക്കലി ഗുഡായ നല്ല മേക്കിങ്ങിൽ വരുന്ന 41 മിനിറ്റിന്റെ ആഡ് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കരിക്കിലെ കോമഡീസിനൊന്നും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഒരു സമയം കഴിഞ്ഞപ്പോൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ മാത്രം വരുന്ന ഒരു ടീമായിട്ട് മാറി കരിക്ക്. ഓരോ വീഡിയോസും തമ്മിൽ 4-5 മാസത്തിന്റെ ടൈം ഗ്യാപ്പ്. പണ്ടൊക്കെ സമയത്ത് ഓരോ വീഡിയോസും ഇറങ്ങാനായിട്ട് കാത്തിരുന്നതായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ ഇതെല്ലാം കാരണം കരിക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പോലും ഇന്ന് പലരും മറന്നുപോയിരിക്കുന്നു.
അപ്പോഴൊക്കെ അവരുടെ സ്ക്രിപ്റ്റും അതിലെ കോമഡീസും ഒന്നും വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുമുണ്ട് കരിക്കിനെ. ഇതിന്റെയൊക്കെ പിന്നിലെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും ഒരു കിടിലൻ യൂട്യൂബ് ചാനൽ ആവുക എന്നതായിരുന്നില്ല നിഖിൽ പ്രസാദിന്റെ വിഷൻ. പുള്ളിക്ക് വേണ്ടത് ഒരു ബേസ് ആയിരുന്നു. കരിക്കുന്ന ബ്രാൻഡ് അങ്ങനെ പുള്ളി ഉണ്ടാക്കിയെടുത്തു. ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും അറിയുന്ന ഒരു ചാനൽ. ഇതിന്റെ കൂടെ സ്കെയില് വലുതാക്കാൻ വേണ്ടി കരിക്ക് ഫ്ലിക്ക് എന്ന് പറഞ്ഞ പല രീതിയിലുള്ള കണ്ടന്റ്സ് ഇടാനുള്ള ഒരു ചാനലും, പാട്ടുകൾക്ക് വേണ്ടി കരിക്ക് ട്യൂണ്ടും, ഒരു ന്യൂസ് പ്ലാറ്റ്ഫോം ആയിട്ട് കരിക്ക് സീറോയും, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആയിട്ട് വൈബും ലോഞ്ച് ചെയ്തു. ജുപ്പിറ്റർ മഴ സോങ് ഒക്കെ ഇല്ലേ, അതൊക്കെ കരിക്ക് ട്യൂണ്ടിൽ നിന്നും വന്നതാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ ചാനൽസിനും നല്ല രീതിക്ക് റീച്ച് ഉണ്ടായിട്ടും കരിക്കിന്റെ അപ്ലോഡിങ് എല്ലായിടത്തും നല്ല കുറവായിരുന്നു റീസെന്റ്. അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കരിക്ക് തുടങ്ങിയ 2 സംരംഭങ്ങള്, ഫ്യൂസും ബൗൺസും. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അതിലൂടെ യാഡ്ലി, എൻജാൻഡർ, എൻട്രി, ആശീർവാദ്, സന്തൂർ, ഇൻസ്റ്റാമാർട്ട് അങ്ങനെ പല വലിയ കമ്പനീസ് ആയിട്ടും ഫ്യൂസ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസിയാണ് കരിക്ക് ഫ്യൂസ്. ബൗൺസ് ആണെങ്കിൽ ആഡ് ഫിലിംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഏജൻസിയും. ഈ 2 ഏജൻസിയും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് കരിക്ക് വീഡിയോസ് ഇടുന്നത് വളരെയധികം കുറഞ്ഞത്. ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതോടുകൂടി അതിലേക്കുള്ള റവന്യൂവിന് വേണ്ടി ഒരിക്കലും യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഈ ഏജൻസികളിൽ നിന്നുമുള്ള റവന്യൂ യൂട്യൂബ് ചാനലിലെ റവന്യൂവിനേക്കാൾ വളരെയധികം കൂടുതലാണ്. നിഖിൽ പ്രസാദ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, യൂട്യൂബിലെ റവന്യൂവിനെ അവരൊരു ബോണസ് ആയിട്ട് മാത്രമാണ് കാണുന്നത് എന്ന്. ആൻഡ് ഓൾസോ ഈ ഓണത്തിന് കരിക്കിന്റെ വീഡിയോ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കരിക്കില് അവർ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചിരുന്ന അവരുടെ ആ ഒരു വലിയ പ്ലാൻ, കരിക്കിന്റെ മൂവി ചെയ്യും എന്ന് പറഞ്ഞ് വർഷങ്ങളോളമായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കരിക്കിന്റെ സിനിമ അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അനന്തു എന്റർടൈൻമെന്റ്സിന്റെ അതിരടിക്ക് ശേഷമുള്ള കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധു സി നാരായണന്റെ നെസ്ലനെ വെച്ചുള്ള സിനിമയ്ക്ക് മുമ്പ് രണ്ടാമതായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് കരിക്കിന്റെ സിനിമ. അത് ഡയറക്ട് ചെയ്യുന്നത് നിഖിൽ പ്രസാദും. വാഴ 2 ഇറങ്ങിയിരുന്നപ്പോൾ കരിക്കിലെ പിള്ളേരെയും ഇതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ചർച്ചകള് കുറെ നടന്നിരുന്നു. അതുപോലെ കരിക്കൊക്കെ തേങ്ങയായി എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഒരു വിഷനറി ഡയറക്ടറും ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസും അവർക്ക് ഉണ്ട്. ഇപ്പോ എന്താണ് അവിടെ പാചകം ചെയ്യുന്നത് എന്നൊന്നും യാതൊരു ഐഡിയ നമുക്കില്ല. പക്ഷെ അതെന്തായാലും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. ലെറ്റ് ദം കുക്ക് അല്ലേ? ഇപ്പൊ എന്തായാലും കരിക്കിന്റെ സിനിമക്ക് 0 ഹൈപ്പാണ്. പക്ഷെ സിനിമ ഇറങ്ങാനാവുമ്പോഴേക്കും നല്ലൊരു പ്രൊമോഷൻ തന്നെ നടത്തുകയാണെങ്കിൽ മുമ്പ് പ്രൈമിൽ കിട്ടിയിരുന്നതിന്റെ അടുത്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഓഡിയൻസിന് വരും. പണ്ട് ട്രാൻസിലൊക്കെ ജോർജിനെയും ജീവനെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ പോലും തിയേറ്ററിൽ വലിയ കയ്യടികളായിരുന്നു. They were really stars back then. അന്നത്തെ കരിക്കിന്റെ വീഡിയോസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കരിക്കിന്റെ കണ്ടന്റ് അത് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഗൈസ്. പിന്നെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോക്ക് ഒരു 2K ലൈക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ?